തുടരുന്നു. കൊച്ചിയിൽ ജീവനക്കാരിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച മാനേജർ അറസ്റ്റിൽ. മലപ്പുറം എടപ്പാൾ സ്വദേശി അജിത്തിനെയാണ് കടവന്തറ പോലീസ് പിടികൂടിയത്. യുവതിയുടെ നഗ്ന ഫോട്ടോകൾ തരപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന കേസിലാണ് നടപടി. സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഇയാൾ മാനേജറായിട്ട് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും അവരുടെ സമ്മതമില്ലാതെ അശ്ലീല ദൃശ്യങ്ങൾ കളക്ട് ചെയ്തിട്ട് അതുവഴി അവരെ ഭീഷണിപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. അപ്പോൾ ഇനി തെളിവെടുപ്പുകൾ കൂടെ നടത്താനുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് കേസിൻ്റെ അന്വേഷണം നടത്തണം. പ്രതിയുടെ പേര് അജിത്ത് എന്നാണ്. ഇയാൾ കുറച്ച് നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി മലപ്പുറം സ്വദേശിയാണ്. ഇല്ല, നിലവിൽ ഇതുവരെ ഇല്ല. ഇപ്പോൾ ഈ കേസാണ് അന്വേഷിക്കുന്നത്. അതെ, ബാംഗ്ലൂർ. അയാൾ അവിടെയാണ് മറ്റവിടെ വർക്ക് അവിടെ മറ്റെന്തോ ജോലിയൊക്കെ ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ അവരറിയാതെ അവരുടെ സ്വകാര്യ ഫോട്ടോകൾ എടുക്കുന്നു, പിന്നീട് അത് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിക്കുന്നു. കേസിൽ മാനേജറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ സമാനമായ രീതിയിൽ കൂടുതൽ പേരുടെ ചിത്രങ്ങൾ ഇങ്ങനെ തരപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതെന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഇതേക്കുറിച്ച് പോലീസ് എന്താണ് നൽകുന്ന വിവരം? കൊച്ചിയിലെ ഒരു കോഫി ഷോപ്പിലെ മാനേജറാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള മലപ്പുറം എടപ്പാൾ സ്വദേശി അജിത്ത്. ഇയാൾ തന്റെ സ്റ്റാഫുകളോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നതെന്ന പരാതി നേരത്തെ തന്നെ ഈ സ്റ്റാഫുകൾക്കിടയിൽ, ജീവനക്കാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പലരും പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നതുമില്ല. ഇയാൾ വളരെ മോശമായിട്ട് തന്നെയാണ്, അതായത് മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലാണ് തന്റെ ജീവനക്കാരോടൊക്കെ സംസാരിച്ചിരുന്നത്. ഒരു പാർട്ട് ടൈം ജോലിയായിട്ടാണ് ഈ ജീവനക്കാരി ആ കോഫി ഷോപ്പിലേക്ക് വരുന്നത്. അതിൽ മാനേജർ എന്ന അധികാരം വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയോട് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ആ പെൺകുട്ടിയോട് വളരെ ക്രൂരമായിട്ടാണ് ഇയാൾ പെരുമാറുന്നതൊക്കെ ചെയ്തിരുന്നത്. മാനസികമായിട്ടൊക്കെ വളരെ മോശമായി പെരുമാറിയിരുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടി ജോലി എടുക്കുന്നില്ല, പണിയെടുക്കാൻ വരണം, അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഈ പെൺകുട്ടിയോട് നടത്തുകയും ചെയ്തു. ഒപ്പം പെൺകുട്ടി ഈ കഫേ ഷോപ്പിലെ വൈഫൈ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി എന്ന പേരിന്റെ വ്യാജേന ഈ പെൺകുട്ടിയിൽ നിന്നും ഫോൺ ഇയാൾ പലപ്പോഴായി വാങ്ങുകയും അതിൽ ഈ പെൺകുട്ടിയുടെ ഫോട്ടോകൾ, ഈ ആപ്പുകളിലൊന്നും തന്നെ ലോക്ക് ഉണ്ടായിരുന്നില്ല, ഈ പെൺകുട്ടിയുടെ ഫോട്ടോകൾ, മറ്റ് ചില ചാറ്റുകൾ ഇതെല്ലാം ഇയാൾ കൈവശപ്പെടുത്തിയിരുന്നു. ഇത് പക്ഷെ പെൺകുട്ടി അറിഞ്ഞതുമില്ല. ഈ പെൺകുട്ടി ഡിലീറ്റ് ചെയ്ത ഫോട്ടോകൾ ഇനി റീസൈക്കിൾ ബിന്നിലൂടെയാണോ ഇയാൾ തിരികെ എടുത്തതെന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ചില ഫോട്ടോകൾ, പെൺകുട്ടിയുടെ സ്വകാര്യ ചിത്രങ്ങളടക്കം ഇയാൾ കൈക്കലാക്കുകയും പിന്നീട് ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ പണം തരണം, പണം തന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അശ്ലീല സൈറ്റുകൾക്കടക്കം നൽകുമെന്ന് പലതരത്തിലുള്ള ഭീഷണിയും ഇയാൾ മുഴക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ ഭീഷണി തുടർന്നതോടെയാണ് പെൺകുട്ടി പരാതിയുമായി കടവന്തറ പോലീസിനെ സമീപിച്ചത്. അതോടൊപ്പം തന്നെ ഇയാൾ പലതവണ ഈ കോഫി ഷോപ്പിൽ എത്തുമ്പോൾ മദ്യപിച്ച് എത്തുകയും വളരെ മോശമായിട്ട് മറ്റ് സ്റ്റാഫുകളോടൊക്കെ പെരുമാറുകയും ചെയ്തിരുന്നു. അപ്പം ഈ പെൺകുട്ടിയെ ഇയാൾ ശല്യം ചെയ്യുന്നു എന്ന് മനസ്സിലായ മറ്റ് സഹപ്രവർത്തകരും കൂടി ചേർന്നാണ് പെൺകുട്ടിയെ പോലീസിൽ പരാതി നൽകാൻ നിർബന്ധിക്കുകയും ഇതിനെ തുടർന്ന് കടവന്തറ പോലീസിന് പരാതി നൽകുകയും ഒക്കെ ചെയ്തത്. ഇയാൾ ഇതിനെ തുടർന്ന് പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ പോയി. പിന്നീട് ബംഗളൂരുവിൽ നിന്നുമാണ് ഇയാളെ അതിവിദഗ്ധമായി പോലീസ് പിടികൂടിയത്. ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്, ഇയാൾക്ക് മാനസികമായി ചില അസ്വസ്ഥതകളുണ്ട്. തീർച്ചയായും നവമി, ഈ പ്രതിയെ പിടികൂടി ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോ മാത്രമല്ല, നിരവധി സ്ത്രീകളുടെ നഗ്ന ഫോട്ടോകളും ദൃശ്യങ്ങളും ഇയാളുടെ ഫോണിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോലീസ് നൽകിയ വിവരവും അതാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേരെ ഇയാൾ സമാനമായ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ട്, സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് കരുതേണ്ടതല്ലേ? മാത്രമല്ല ഈ പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് ഇയാൾ ഇരയാക്കിയിരുന്നു? പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നില്ല, പകരം മാനസികമായിട്ടുള്ളൊരു ചൂഷണമായിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം ഈ പെൺകുട്ടിയോട് പണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പണം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും, അശ്ലീല സൈറ്റുകളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുമെന്ന തരത്തിലുള്ള ഭീഷണിയാണ് ഇയാളിൽ നിന്നും ഉണ്ടായത്.
പോലീസ് ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും കൂടുതൽ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇതിലുണ്ട്. ഇയാൾ പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൂടി പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരാതിക്കാരുണ്ടോ എന്നതും കാത്തിരിക്കുകയാണ് പോലീസ്. ഇയാൾക്കെതിരെ ഇപ്പോൾ IT ആക്ട് പ്രകാരവും ഇപ്പോൾ BNSന്റെ ചില വകുപ്പുകൾ പ്രകാരവുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ കോഫി ഷോപ്പിലെത്തി തെളിവെടുത്ത ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഇയാളുടെ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ പോലും വിചിത്രമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ക്യാമറയിൽ നോക്കി കൈ കാണിക്കുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇയാളുടെ ചില ഭാവമാറ്റങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ പ്രതികരണമൊക്കെ വിചിത്രമായി തോന്നി എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും വളരെ ഒരു കൊടും ക്രിമിനൽ തന്നെയാണ്, ബോൺ ക്രിമിനൽ എന്ന് തന്നെയാണ് ഇയാളെ പോലീസ് വിശേഷിപ്പിച്ചത്. ഈ പോലീസിനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ പോലും ഇയാൾ അവിടെ ഇരുന്ന് ഉത്തരം പറയുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണ് പിടികൂടിയതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയതെന്ന മറുപടി പ്രതിയാണ് പറയുന്നത്. അത്തരത്തിലുള്ള പെരുമാറ്റമാണ് ഇയാളിൽ നിന്നും ഉണ്ടായത്. ബോൺ ക്രിമിനൽ തന്നെയാണ് ഇയാൾ എന്ന് പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ പെൺകുട്ടികൾ ഇയാൾക്കെതിരെ പരാതിയുമായി വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുക കൂടിയാണ് അന്വേഷണ സംഘം. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഇതിന് മനോവൈകൃതമുള്ള വ്യക്തിയായിരിക്കും. കാരണം അതല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം, മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുക. ഇയാളുടെ പശ്ചാത്തലം എന്തായാലും വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാകില്ല. കൂടുതൽ പേരെ ഇങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ടാകാം. ഇതൊക്കെ ഉണ്ടായിട്ടും പോലീസിന്റെ മുൻപാകെ പിടിക്കപ്പെട്ടിട്ട് പോലും യാതൊരു മനസ്താപവുമില്ലാതെ പെരുമാറുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തി. ഇയാൾക്കെതിരെ നിലവിൽ ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തുടരന്വേഷണം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും തുടരന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കടവന്ത്ര പോലീസിൽ നിന്നും അറിയുന്നത്. ഇയാളുടെ ഫോണിൽ നിന്നും മറ്റ് ചില പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയതിന്റെയും അവരുടെയും ചിത്രങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ഈ പ്രതിക്കെതിരെ കൂടുതൽ പരാതി വരുമോ എന്ന് കാത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വകുപ്പുകൾ, ശക്തമായിട്ടുള്ള വകുപ്പുകൾ ഇട്ട് ഇയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘവും കടന്നിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ്? IT ആക്ടിലെ ചില വകുപ്പുകളും ഒപ്പം BNSലെ ചില വകുപ്പുകളുമാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് FIR അല്പസമയത്തിനുള്ളിൽ ലഭിക്കും. അതിൽ നിന്ന് മാത്രമേ വ്യക്തമായി പറയാൻ കഴിയുള്ളൂ. എന്തായാലും കഠിനമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയെ മാത്രമല്ല മറ്റ് ചിലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും സഹപ്രവർത്തകർ പറഞ്ഞതുകൊണ്ടും ഈ പെൺകുട്ടിക്ക് ഇയാളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ശല്യം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വലിയ ഒരു പീഡനം ഏറ്റതുകൊണ്ട് തന്നെയാണ് പരാതിയുമായി പെൺകുട്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ മറ്റ് പലരെയും ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. ആ ഭീഷണി വഴങ്ങിക്കൊണ്ടാണോ അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടാണോ പെൺകുട്ടികൾ പരാതിയുമായി മുന്നിലേക്ക് വരാത്തതെന്നൊരു രീതിയിൽ തന്നെയാണ് പോലീസും എത്തി നിൽക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇയാളെ നേരത്തെ തന്നെ ഇയാളുടെ സ്ഥാപനമായ കഫയിലെത്തി വിശദമായി തെളിവെടുത്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. TP